മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു ശാന്തിയും സമാധാനം എൻ്റെ വ്യൂസിന് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള ഈ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ വ്യൂസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സിനിൽ നിന്നും വരുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ യൂണിവേഴ്സിനോട് പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്താണ്? എല്ലാം പോസിറ്റീവ് കാർഡാണ് ഉത്തരം വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിനോട് യൂണിവേഴ്സ് നൽകുന്ന പ്രാർത്ഥനയ്ക്ക്, എൻ്റെ വ്യൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യൂണിവേഴ്സിൽ നിന്നും തരുന്ന മറുപടി എന്താണ്? ഒരു നെഗറ്റീവ് കാർഡ് പോലും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അസ്തമിച്ച് പോകില്ല, വെറുതെ ആയി പോകില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഒരൊറ്റ നെഗറ്റീവ് കാർഡ് ഇവിടെ വന്നിട്ടില്ല, എല്ലാം പോസിറ്റീവ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാം ബാലൻസിങ്ങിൽ വരും. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകാത്ത വണ്ണം യൂണിവേഴ്സ് അതിനെ കരുതിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇന്ന് എനിക്ക് ചെറിയ ഒരു അനുഗ്രഹമെങ്കിലും എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെറുതിനെ വലുതായി കിട്ടുന്നത് വരെ ഞാൻ യൂണിവേഴ്സിലെ പ്രാർത്ഥനയോട് തന്നെ ഇരിക്കും എന്നുള്ളത് പറയുക. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിഫലമായി പോകില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ വിചാരിക്കുന്നത് പഴക്കം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ഇനി അത് കേൾക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലുമില്ല. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥന പഴക്കമുള്ളതാണെങ്കിലും അതിൽ സ്ട്രെങ്ത് വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഭാരത്താൽ തളർന്നിരുന്ന വിഷയം അത് യൂണിവേഴ്സ് ഇവിടെ സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്കത് നിസാരവൽക്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നാളായി പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ യൂണിവേഴ്സിൻ്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിച്ചിരിക്കുന്നത്, എന്നാൽ യൂണിവേഴ്സ് ആ ഒരു വിഷയം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം യൂണിവേഴ്സ് വഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും ഒരു വിഷമം വരാത്ത വണ്ണം യൂണിവേഴ്സ് നടത്തും എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ കുട്ടികളെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 9ൻ്റെ പട്ടികയാണ് ബോർഡിൽ എഴുതിയിരുന്നത്. അപ്പോൾ 9ൻ്റെ പട്ടിക എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം എഴുതിയതിൽ 10 into 9 എന്ന് എഴുതിയപ്പോൾ 91 എന്ന് എഴുതിയപ്പോഴത്തേക്ക് ആ കുട്ടികളെല്ലാം ഒന്നടങ്കം ചിരിക്കുകയും സാറിനെ കളിയാക്കുകയും സാറിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവർ പരസ്പരം ചിരിക്കുന്ന, ആ ക്ലാസ് മുഴുവനും ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഇത്രയും ശരി എഴുതിയ സമയത്ത് ആരും എന്നെ അഭിനന്ദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്ക് വന്ന ഒരു തെറ്റിൽ നിങ്ങളെല്ലാവരും അതിനെ ചൂണ്ടിക്കാണിക്കുകയും എന്നെ കളിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം നല്ലത് ചെയ്യുന്നോ അതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. യൂണിവേഴ്സ് എത്രത്തോളം നല്ലത് നമുക്ക് ചെയ്തിട്ടുണ്ടോ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് തകർന്നിരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണെന്ന് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നമുക്ക് യൂണിവേഴ്സ് തന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുക. ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ ആരോഗ്യം, എത്രയോ വ്യക്തികൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ പല ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവർ ബെഡുകളിൽ തന്നെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തി ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് ശ്വസിക്കുന്ന ഈ ഓക്സിജൻ അത് നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നന്ദി പറയാം. നമ്മളുടെ ഈ ശരീരഭാഗങ്ങൾ ഓരോ സ്ഥാനവും യൂണിവേഴ്സ് എത്രയും കൃത്യമായിട്ടാണ്
എത്രയും കൃത്യമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നു എങ്കിൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരു പണിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട്, ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ഒരിക്കലും നിങ്ങൾക്ക് ദ്രോഹം വരുന്നതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ ഒരു തെറ്റിലേക്ക് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം നശിച്ചു എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ സ്ട്രെങ്ത് ആകുക, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു. ഇവിടെ കാണിക്കുന്നത് ജോലി ലഭിക്കുന്നുണ്ട്, അതിൽ സെലിബ്രേഷൻ വരുന്നുണ്ട്. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ആ സാമ്പത്തിക അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ വരുന്നുണ്ട്. വിദേശ ജോലി വരുന്നുണ്ട്, അതിൽ സെലിബ്രേഷൻ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന എന്ത് വിഷയമാണോ അതിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ യൂണിവേഴ്സ് കൊണ്ടുതരുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, രഹസ്യമായി പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാത്ത ചില പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ദൈവം നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സിൻ്റെ ശക്തി പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. പുറമേ നിന്നല്ല നമുക്ക് ശക്തി വരുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കസ്തൂരിമാനെ പോലെ കസ്തൂരി അന്വേഷിച്ച് ഈ ലോകം മുഴുവനും നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണ് നീതി, നമ്മുടെ കണ്ണുനീരിൻ്റെ സമാധാനം എവിടെയാണ് എനിക്കൊരു ആശ്വാസം, എവിടെയാണ് സന്തോഷം ലഭിക്കുക എന്ന് അന്വേഷിച്ച് നമ്മൾ മദ്യത്തിൻ്റെ ആണെങ്കിലും ശരി തന്നെ മറ്റ് ചില മോശമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ സന്തോഷത്തെ പുറമേ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പരക്കം പായുകയാണ്. ഉറക്കമില്ല, ഓവർ തിങ്കിങ് ആണ്. എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നമ്മൾ നടക്കുന്നു, നിലവിളിക്കുന്നു, യൂണിവേഴ്സിനോട് ഹീലിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് ഹീൽ ചെയ്യണമേ, എൻ്റെ വാക്കുകളൊന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പുറമേ അന്വേഷിക്കുന്നു പലതും. ഓക്കെ, ദൈവത്തെയും നമ്മൾ പുറമേ അന്വേഷിക്കുന്നു. ചില വ്യക്തികൾ നമ്മുടെ മാനസിക അവസ്ഥയെ മുതലെടുക്കുന്നു. ചില വ്യക്തികളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് പറഞ്ഞിട്ട് ഇത് തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലേക്ക് ഇങ്ങനെ വരികയുള്ളൂ. ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ റീഡിംഗ് എടുത്ത ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ ഇവിടെ എന്നോട് പറയുകയുണ്ടായി. കാരണം അവർ ഒരു വ്യക്തിയെ പോയി കാണുകയും കണ്ടതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാമ്പ് കൊത്തും, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരിടത്തോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല രീതിയിൽ ഭയപ്പെടുത്തി അവർക്ക് അവരുടെ മാനസിക ഒരു വേദന കാരണമാണ് ഒരാളിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിലെന്തെങ്കിലും പരിഹാരമോ കിട്ടുമോ അതിന് പകരം ഇന്ന കാര്യങ്ങൾ ഇത്രയും വിലയുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാമ്പ് കൊത്താൻ പോകണം, അങ്ങനെ ചെയ്യാൻ പോകണം, ഇങ്ങനെ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞ് അവരെ മാനസികമായി ഒരുപാട് ഞെരുക്കി ഭയം കൊടുത്ത് അവർക്ക് പിന്നെ ഭയമായി. ഒന്ന് ചെറിയൊരു അനക്കം പോലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരിൽ നെഗറ്റീവ് അഫർമേഷൻ വരാൻ തുടങ്ങി. അപ്പം നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിലേക്കൊക്കെ നമ്മൾ പോയി അന്വേഷിക്കുന്നതിന് പകരം നിങ്ങളിലേക്ക് തന്നെ നോക്കുക. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളുടെ ഇമോഷൻ നിങ്ങളിങ്ങനെ തളർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരു വ്യക്തി കൊണ്ടുപോകും. നിങ്ങൾ സ്വയം സ്ട്രെങ്ത് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ഏത് സിറ്റുവേഷനിൽ നിന്നും ഉയർത്തുവാൻ തക്കവണ്ണം ശക്തി നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ പെൻഡിക്കിള്, സമ്പാദ്യം. നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സുകൊണ്ടൊന്ന് അല്പനേരം ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് സമ്പാദ്യം വരുന്നത്? നിങ്ങളുടെ ജോലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം സാമ്പത്തികത്തിൻ്റെ ഒരു ഉറവിടം നിങ്ങളിലാണ് തുറന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സ്നേഹം, നിങ്ങൾ ക്ഷമ, മറ്റുള്ളവരോടുള്ള കരുണ, അതെല്ലാം എവിടെ നിന്നാണ്? പുറമേ നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അത് പുറപ്പെട്ടു വരുന്നത്. സ്ട്രെങ്ത് വേറെ പുറമേ നിന്ന് ഒരു വ്യക്തിയിൽ നിന്നല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ മാനസിക ധൈര്യം, വിശ്വാസം എന്നുള്ള മാനസിക ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കിട്ടുന്നത്. സപ്പോർട്ട് കൊടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവിന് സപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. കാരണം നിങ്ങൾ പുറമേ അന്വേഷിക്കുന്നത് എല്ലാം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ദൈവിക ശക്തി നിങ്ങളിൽ തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. എല്ലാം ബാലൻസ് ചെയ്യുവാനുള്ള ശക്തിയും നിന്നിൽ തന്നെയാണ് എന്ന് പറയുന്നു. തത്വമസി, നീ അന്വേഷിക്കുന്നത് എന്താണോ അത്
അത് നിന്നിൽ തന്നെയാണ്. നീ പുറമേ നടന്ന് ഇതെല്ലാം എക്സ്പെൻസ് ചെയ്ത് നിന്റെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. ഒരു കസ്തൂരിമാനെന്നെ പോലെ നിങ്ങൾ അലഞ്ഞു നടക്കുകയാണ് കസ്തൂരിക്ക് വേണ്ടിയിട്ട്. എല്ലാം നിന്നിലുണ്ട് എന്ന് നീ വിശ്വസിക്കുക, അത് മനസ്സിലാക്കുക. കുറച്ചു നേരം നീ സമാധാനത്തിൽ ചിന്തിക്കുക, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. സെൽഫ് ലവ് ചെയ്യുക, നിന്നെ നീ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിന്റെ ശക്തി എന്തെന്നും നിങ്ങളിലേക്ക് ഞാൻ ചില ശക്തികൾ തന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. അതിന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നമ്മൾ മറ്റൊരു വ്യക്തിയുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മളിലേക്ക് എന്തും അട്രാക്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയും. ഒരു പണത്തിൻ്റെ പിറകെ ഞാൻ പോകുകയില്ല, പണം എൻ്റെ പിറകെ വരും എന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട്? ഞാൻ ഒരിക്കലും പണത്തിൻ്റെ പിറകെ പോകില്ല. അതിനിപ്പോൾ സീറോയാണ് കയ്യിലാണെങ്കിൽ തന്നെയും കൈതായി ഇങ്ങനെ മുറുക്കി പിടിച്ചോണ്ട് ഞാൻ പറയും, ഞാൻ ഒരു പണത്തിൻ്റെയും പിറകെ പോകില്ല, പണം എൻ്റെ പിറകെ വരും എന്നുള്ള ഒരു ആത്മശക്തി ആർക്കുണ്ട്? ഓക്കെ, അങ്ങനെ ഉള്ളവരുടെ വിജയം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ജസ്റ്റിസ് ലഭിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യാത്ത ചില കുറ്റങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്തെന്ന് പോലും അറിയത്തില്ല, പക്ഷേ ശിക്ഷ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ കാരണം അല്ലെങ്കിൽ ചില വ്യക്തികൾ കാരണം നിങ്ങളിലേക്ക് വന്ന അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ കാരണം നിങ്ങൾ ചില ബന്ധനങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. ചില ബ്ലാക്ക് എനർജികളിൽ സിറ്റുവേഷനിൽ ചില വ്യക്തികളുടെ പെടലുകളിൽ നിങ്ങൾ ചില കേസ് വഴക്കുകളിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. ചില നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും ജസ്റ്റിസ് ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് വ്യക്തികളുമായിട്ടുള്ള ചർച്ച നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തലച്ചോറ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നമ്മളെ ഓരോ കാര്യങ്ങളും കൈപിടിച്ച് നടത്തത്തില്ല. കാരണം നമുക്ക് എന്തും ചിന്തിക്കാനുള്ള ഒരു ശക്തി കേന്ദ്രം നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദൈവമേ എൻ്റെ മുന്നിൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു, അതിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ദൈവത്തോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. കാരണം യൂണിവേഴ്സിൻ്റെ ജോലി അത് പെർഫെക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലൊരു തലച്ചോറ് തന്നു കഴിഞ്ഞു, ആരോഗ്യമുള്ള ഒരു തലച്ചോറ് ചെയ്തു കഴിഞ്ഞു. അത് നെഗറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ അത് പെർഫെക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്ന ഒരു സമയത്ത് നിങ്ങളൊരു പേപ്പർ എടുക്കുക, നിങ്ങൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അപ്പുറം ഇപ്പുറം എഴുതിയതിന് ശേഷം ഇതിലുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്, ഇതിലുണ്ടാകുന്ന ലോസുകൾ എന്താണ്, ഇത് കാരണം എനിക്ക് എത്ര ലോസ് സംഭവിക്കുന്നു, എത്ര ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ തന്നെ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ പുറമേ നിന്ന് ഒരാളുടെ നിങ്ങളുടെ മെഡിസിൻ നിങ്ങളിൽ തന്നെയാണുള്ളത്. നമുക്ക് പുറമേ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാൾ ചിന്തിക്കുന്നത് അവരുടെ തലച്ചോറ് അനുസരിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ തലച്ചോറിലുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അധികാരിയാകണം. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ചില ഗിഫ്റ്റുകൾ വന്നു ചേരാൻ പോകുന്നു. അത് ഇമോഷണൽ പരമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഹെൽത്ത് പരമോ ആയിരിക്കാം. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വീണ്ടും ജസ്റ്റിസ് വന്നിരിക്കുന്നു. നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മാനസിക അവസ്ഥയെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂട്ടത്തോടു കൂടി ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബ്ലെസ്സിങ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇവിടെ സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്നും അനുഗ്രഹം വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും കർമ്മ നിങ്ങളിലേക്ക് വരും. കർമ്മ എന്നത് ഒരു നെഗറ്റീവ് അല്ല, അത് നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച് നമ്മളിലേക്ക് വന്നു ചേരുന്ന കൂലിയാണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂലി എന്തായാലും നമുക്ക് കിട്ടും. അത് യൂണിവേഴ്സ് ഒരിക്കലും കടം വയ്ക്കാറില്ല. യൂണിവേഴ്സ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അപ്പോഴും തന്നെ നമുക്ക് കൂലിയും നമ്മളിലേക്ക് എത്തിച്ചേരും. ചില വ്യക്തികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ ജീവിതത്തിൽ കർമ്മ അനുഭവിക്കാൻ തക്കവണ്ണം അവർ മറ്റൊരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ അതൊരു പരീക്ഷയാണ്. പരീക്ഷ എഴുതിയതിന് ശേഷം നിങ്ങൾക്കൊരു വിജയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ വ്യക്തികൾക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ചെറിയ കുട്ടികൾ മുതൽ രാജാവ് എല്ലാവരും ഉണ്ട്. അപ്പം ഈ ഇവിടെയുള്ള കുഞ്ഞു കുട്ടിയാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രായമായവരാണെങ്കിലും പൈസ ഉള്ളവരാണെങ്കിലും എല്ലാവരും ഒരു സമയത്ത് ഒരു എക്സാമിൽ പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം ഒരു ഉയർച്ചയും ഇല്ലാതെ കുറേ നാളായിട്ട് ഒരു ഒറ്റ ലൈനിൽ കൂടി പോവുകയാണ്, ഗ്രാഫിന് ഉയർച്ചയില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ പിച്ചാത്തിയായ നിങ്ങൾക്ക് ഉപയോഗമാക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങളെ മറ്റ് ആൾക്കാരിങ്ങനെ ഇതിന് മൂർച്ചയില്ല എന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്ന ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഉയർച്ച ലഭിക്കുന്നില്ല, ഒരേ ഗ്രാഫിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നതിന് വേണ്ടി പരിപരിപ്പുള്ള ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഇട്ട് ഉരയ്ക്കുകയാണ്. ഉരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് വേദന സഹിച്ചെന്നിരിക്കും. പരിപരുത്തുള്ള സ്ഥലത്തിട്ട് ഉരയ്ക്കുമ്പോൾ എന്തുമാത്രം വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവങ്ങളിൽ കൊടുവിൽ നിങ്ങൾ മൂർച്ചയേറിയ ഒരു ആയുധമായി മാറും. എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതായിട്ടുള്ള ഒരു ആയുധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ. ഓക്കെ, സമാധാനത്തോടെ ഇരിക്കുക. ഈ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ ഇലകളും തകർന്ന് താഴെ വീണു നിങ്ങൾക്ക് വെള്ളം പോലും ഇല്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ പ്രതീക്ഷ കൈവിടരുത്. ഈ ഒരു സമയത്ത് എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു കിളി പോലും നിങ്ങളുടെ ചില്ലയിൽ ഇരിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ ഒരു സണ്ണ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഒരു റീബർത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് കാത്തിരിക്കാൻ പറയുന്നത്. വന്നിരിക്കുന്നു റീബർത്ത്. ഓക്കെ, നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സണ്ണാണ്. ഓക്കെ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയഗതി അനുസരിച്ച് നിങ്ങൾ നിന്നേ മതിയാകൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി വരണം, സമയം ഇങ്ങനെ ചുറ്റി വരണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ സമയത്തും അതിൻ്റെതായ രീതിയാണ്. നമുക്ക് സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കും. എന്നും നമ്മൾ ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കത്തില്ല, സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പൊലിഞ്ഞു പോകും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതെല്ലാം സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കർമ്മയാണ് വീണ്ടും ഉദിക്കാൻ വേണ്ടിയുള്ള ചില കർമ്മകൾ. നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും നല്ല സമയം വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങി വരേണ്ട പലതും വീണ്ടും തളിർക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു. യൂണിവേഴ്സിൽ നിന്നും വരുന്ന അനുഗ്രഹമാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ഹൃദയം സമാധാനവും സന്തോഷത്തോടു കൂടി നിറയുന്ന ഒരു ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പാസ്റ്റിൽ നിന്നും മാറി ചിന്തിക്കുക. ഇങ്ങനെ ഇരിക്കരുത്. അതിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സന്തോഷം കൊണ്ടുവരും. ഓക്കെ, അപ്പം ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങളെ ശാപവാക്കുകൾ പറയരുത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ശരീരം വെടിഞ്ഞ് പോകേണ്ട വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഉള്ള കാലം മുഴുവനും ഈ ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഇവിടുത്തെ ഒരു അതിഥി മാത്രമാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകണം ഈ സുന്ദരമായ ലോകത്തേക്ക്. ഇപ്പം നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കണ്ണടയുന്നതിന് മുമ്പ് ഇതിലുള്ള എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമ്മൾ നേടിയെടുക്കണം. ഒരു ചെറിയ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ചില വ്യക്തികളുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ കണ്ണടയുന്നത് വരെയും നിങ്ങൾ കണ്ണുനീരിലാകാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അതിലെല്ലാം നിങ്ങൾ സന്തോഷിക്കുക, അനുഭവിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ,
ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ഏറ്റവും ഉയർത്താൻ പോകുന്നു. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂലോകം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഭൂലോകത്തുള്ളതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ജീവിതം ഇവിടെ അല്പനാളത്തേക്ക് മാത്രമേ ഉള്ളൂ. എത്ര ദിവസമെന്നോ എത്ര സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത്രയും ദിവസം നമ്മൾ സന്തോഷത്തോടുകൂടെ ഇരിക്കുക. ആരുടെയും കണ്ണ് നിറയാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും ശക്തരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തെ പാഴാക്കരുത്. എപ്പോഴാണോ ഈ റീഡിങ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ ശക്തിപ്പെടുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക. നാളെ എന്നൊരു ദിവസം നമ്മളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ദുഃഖിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമെന്നുള്ളൊരു വിശ്വാസം മാത്രമാണ്. നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണ്. ഓക്കെ, നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. ജീവിതത്തിൽ അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.